നിങ്ങൾ ഡീമൺ സ്ലെയർ എന്ന പ്രശസ്തമായ ജാപ്പനീസ് അനിമെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വഴി നിങ്ങൾക്ക് കുറച്ചെങ്കിലും പരിചയം ഉണ്ടാവും. കാരണം ആ അനിമയിലെ കുറച്ച് വൈബുകൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആയത് ജപ്പാനിലൊരു കാടാണ്. നല്ല തണുത്ത കാറ്റും ചുറ്റും നിശബ്ദമായ പ്രകൃതിയും. ഓരോ ചുവടും പതുക്കെ വെക്കണമെന്ന് തോന്നിക്കുന്ന അല്പം മിസ്റ്റീരിയസ് ആയ മഞ്ഞ് വീണ വഴിയിലൂടെ. അങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വഴിയെ കണ്ട കുമ്പിനി വെച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിച്ചു. പോന്ന വഴിക്ക് ഞങ്ങൾ മഞ്ഞുമലയൊക്കെ കണ്ടു തുടങ്ങി. ഇതുപോലൊരു മഞ്ഞുമലയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. നല്ലപോലെ വെളുത്ത് കാണുന്ന ആ മഞ്ഞു മൂടിയ മലകൾ മാത്രമല്ല ശരിക്കും മഞ്ഞു മൂടുന്നത്, അതിന് ചുറ്റുമുള്ള മലകളൊക്കെ മഞ്ഞു മൂടുന്നതാണ്. ഇപ്പം മഞ്ഞിൻ്റെ സീസൺ കുറച്ച് കുറഞ്ഞത് കൊണ്ടാണ് ഇവിടെയൊന്നും മഞ്ഞില്ലാത്തത്. ഞങ്ങളിപ്പോൾ പോകുന്നത് നഗാനോയിലെ പ്രശസ്തമായ തൊഗാകുഷി ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. 300 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കുട്ടി കുട്ടി ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറുതായിട്ട് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ തൊഗാകുഷി എത്താറായി. ഇപ്പം മഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല വളവും തിരിവുള്ള റോഡുകളാണ്. ഈ ഹെയർ പിൻ വളവുകളൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ ഈ വളവിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പേടിയാവുമായിരുന്നു. കുറേ ഇതുപോലത്തെ വളവും തിരിവും, ഒരു മല മൊത്തം ഇങ്ങനെ വളവും തിരിവുമായിട്ട് നമ്മൾ കയറണമായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലൊരു കവറിങ് കണ്ടില്ലേ, അതെന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ചിലപ്പോൾ മഞ്ഞ് റോഡിലേക്ക് വീഴാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, മരമൊന്നും വീണ് തടസ്സപ്പെടാതിരിക്കാനായിരിക്കാം. എന്താണെന്നങ്ങനെ മനസ്സിലായില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിച്ചുള്ളൂ, ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല മഞ്ഞുമല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചേ. എല്ലാ വർഷവും ഞങ്ങൾ മഞ്ഞ് കാണാൻ പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല, ഈ വർഷവും പോയില്ല. മഞ്ഞ് കാണാൻ പോകാൻ എന്നെക്കാളും ഇൻട്രസ്റ്റ് റോയ്സിനാണ്. എനിക്ക് മഞ്ഞ് കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ തണുപ്പും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ മടിയാണ്. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ലഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ബെന്തോ ബോക്സാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ ലഞ്ച് ബോക്സിനാണ് ബെന്തോ ബോക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. രണ്ട് സൈഡിലും മഞ്ഞും ഇങ്ങനെ ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ വഴിക്ക് വന്നപ്പോൾ കണ്ട മല തന്നെയാണെന്ന് തോന്നുന്നു. എത്താറാവും വരെ അത് തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇത് തൊഗാകുഷിയിലെ ചൂഷയാണ്. ചൂഷ എന്നുള്ളത് ഈ ഷ്രൈൻ്റെ പേരാണ്. തൊഗാകുഷിയിൽ മെയിനായിട്ട് 5 ഷ്രൈൻസ് ആണുള്ളത്. നമ്മൾ ഈ 5 ഷ്രൈനും വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഒരു ദിവസം ക്യാമ്പൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മഞ്ഞൊക്കെ വളരെ കുറവാണ്. എന്നാൽ പിന്നെ സ്റ്റേ ചെയ്യണോ, മെയിൻ ഷ്രൈൻസ് ഒക്കെ കണ്ടിട്ട് പോയാൽ പോരേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചൂഷയിലെത്തിയിരിക്കുന്നത്. ചൂഷയും ഒക്കുഷയും ആ 2 ഷ്രൈനാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഞങ്ങൾ എപ്പോഴും ജപ്പാനിലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാം ഷ്രൈനും ടെമ്പിൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ കാണിക്കുന്നത്. അത് ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയ ആൾക്കാരായതുകൊണ്ടല്ലേ. ഇവിടുത്തെ ഏറ്റവും ഭംഗി കാണാൻ ഇങ്ങനത്തെ ടെമ്പിൾസും ഷ്രൈൻസ് ഒക്കെ ആയിരിക്കും. ഭയങ്കരമായിട്ട് നേച്ചറിനോടൊക്കെ ഇണങ്ങി ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും അത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ 5 ഷ്രൈൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതിലെ മിഡിൽ ഷ്രൈനാണ് ചൂഷ. ഇവിടുത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വിസ്ഡം ഉണ്ടാവും, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ശക്തി കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. തൊഗാകുഷി വരുന്ന എല്ലാവരും ആദ്യം ചൂഷയെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ബാക്കി അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്നത്. ധാരാളം വലിയ മരങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കാം ആൻഡ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. നമ്മൾ വന്നത് വേറൊരു എൻട്രൻസിൽ കൂടിയാണ്. ഇവിടെ അവിടുത്തെ പോലെ തന്നെ വെള്ളവും തൊരി ഗേറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റോട്ടിൽ കൂടെ ഇറങ്ങിയിട്ടാണ് പാർക്കിങ്ങിലേക്ക് പോയത്. ഇപ്പം നമ്മൾ വേറൊരു ഷ്രൈനിലേക്ക് പോവാണ്. ഇവിടെ സൈഡിലെ മഞ്ഞ് നോക്കിക്കേ, ശരിക്കും ഇവിടെ നല്ലപോലെ മഞ്ഞ് വീഴുന്ന ഒരു ഏരിയ ആണ്. നമ്മളിവിടെ പാർക്കിങ്ങിലെത്തി. പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു 600 yen ഇവിടെ കൊടുക്കണം. വണ്ടിയൊക്കെ നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് മഞ്ഞിൽ കൂടെ നടക്കാൻ പോവാം. മഞ്ഞിൽ കൂടെ നടക്കാനുള്ള പ്രിപ്പറേഷനായിട്ട് ഞാൻ ഷൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് റീൽസൊക്കെ കണ്ട് ഒത്തിരി കൊതിച്ച് വന്ന ആ സ്ഥലത്തേക്ക് പോവാവേ. ശരിക്കും തൊഗാകുഷി ഏരിയ അല്ല, നഗാന ഏരിയ ഫുള്ള് നല്ല ഹെവി സ്നോ ഉള്ള സ്ഥലമാണ്. ഈ പ്രാവശ്യമാണെങ്കിൽ ജപ്പാനിൽ ഭയങ്കര ഹെവി സ്നോയും ആയിരുന്നു. മുന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തായിരുന്നേ. അപ്പോൾ ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ സ്നോഫോളിൽ വന്നാൽ ഇവിടെ ഓൾറെഡി ഭയങ്കര സ്നോ അല്ലേ, പിന്നെ കാടും. അപ്പോൾ അതൊരു സീനായാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ സ്നോയൊക്കെ നോർമൽ സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞേ. പിന്നെ എല്ലാ വർഷവും ഞങ്ങളുടെ ഏരിയയിൽ ഒരു പ്രാവശ്യം സ്നോ പെയ്യുന്നതാണ്. ഈ പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും പെയ്തില്ല. അത് കാരണം സ്നോ കാണാൻ കൊതിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫുൾ സ്നോയാണ്. പിന്നെ തണുക്കുവോ കൈക്ക് വേദന എടുക്കുവോ അങ്ങനത്തെ ചെറിയ പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ സ്നോമാനെയൊക്കെ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു.
ഇങ്ങോട്ട് കയറിയാൽ പിന്നെ ഫുള്ള് സ്നോ തന്നെയായിരുന്നേ. നടക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചിലരൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരൊക്കെ ഷൂവിലും ചെയിനൊക്കെ ഇട്ട് പോകുന്നത് കണ്ടു. ഇവിടെ മഞ്ഞത്ത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ സ്നോ ടയറൊക്കെ നിർബന്ധമാണ്. ഇവിടെ മാത്രമല്ല, സ്നോ വീഴുന്ന എല്ലായിടത്തും അങ്ങനെ നിർബന്ധമായിരിക്കുമല്ലോ. പിന്നെ സ്നോ ടയറിൻ്റെ കൂടെ ഒരു ചെയിൻ പോലത്തെ സാധനവും കൂടെ കിട്ടുന്ന സംഭവമുണ്ട്. ചിലരുടെ ഷൂവിലൊക്കെ കണ്ടു അങ്ങനെ ചെയിൻ കെട്ടിയിട്ട്. എന്തായാലും ഞങ്ങളും ആ സ്നോയിൽ കൂടെ ഇങ്ങനെ നടന്നു. കുറേ നാളത്തെ ഡ്രീമായിരുന്നു ഈ സ്നോയിൽ വരണം എന്നുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നേ. അത്ര പോപ്പുലർ ഡെസ്റ്റിനേഷനൊന്നും അല്ലത്, എന്നാലും ധാരാളം ആളുകൾ വരുന്ന കണ്ടു. തൊഗാകുഷി എന്നത് ഈ സ്ഥലത്തിൻ്റെ പേരും ഇവിടെയുള്ളൊരു മൗണ്ടൈൻ്റെ പേരുമാണ്, മൗണ്ട് തൊഗാകുഷി. ശരിക്കും ഇവർ ആരാധിക്കുന്നത് ആ മലേനെയാണ്, മൗണ്ട് തൊഗാകുഷിനെ. ഈ കാണുന്ന മരങ്ങൾ സെഡാർ മരങ്ങളാണ്. 800ഓളം വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇത്. ആ മരങ്ങളുടെ വ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ ധാരാളം ആൾക്കാർ ഇതുപോലെ സ്കീയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ടേ. ഈ കാണുന്ന കവാടവും ഇവിടുത്തെ പ്രശസ്തമായ ഒരു സ്പോട്ടാണ്. സുയിജിൻമോൻ ഗേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ സ്കീയിങ്ങിന് വന്ന ആൾക്കാർ ഒരു ടീമായിട്ടാണ് വന്നത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. റോയ്സിനാണെങ്കിൽ ഈ അടുത്തായിട്ട് സ്കീ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരണേ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നാണ് ഇവിടെ എത്തിയത്. ഈ ഗേറ്റ് കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ വന്ന ആ മെയിൻ സ്പോട്ട്, ആ സെഡാർ മരങ്ങളുടെയൊക്കെ വ്യൂ കാണുക. അതിലെ നമുക്ക് നടന്നു പോകാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മഞ്ഞ് കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള എൻട്രി അവർ ബ്ലോക്ക് ചെയ്തിരിക്കുമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കാണാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഈ ഗേറ്റ് ഇവിടുത്തെ ഒരു ഗാർഡിയൻ ഗേറ്റ് ആണ്. ഇത് കടന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള ഭാഗം ഭയങ്കര വിശുദ്ധമായ സ്ഥലമാണ്. ഇതിലെ ആ സെഡാർ മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഒരു 2 കിലോമീറ്റർ പോയാലാണ് നമ്മൾ ഒക്കുഷയിൽ എത്തുക. ഒക്കുഷയിൽ പോകാത്തതിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ ഈ സെഡാർ മരങ്ങളുടെ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത്. അത് നടക്കാത്തതിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നേ. എന്തായാലും അതിനപ്പുറവും ഇപ്പുറമൊക്കെ ഇഷ്ടം പോലെ മഞ്ഞുണ്ടായിരുന്നു. ആൾക്കാർ അവിടെ സ്നോമാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്കീ ചെയ്യുന്നുണ്ടായിരുന്നു, കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്ത കാരണം ഞങ്ങൾ കുറച്ച് സൈഡിലേക്കൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് പോവുകയാണേ. ഞാൻ തണുപ്പിനോട് ഭയങ്കര സെൻസിറ്റീവായ ആളാണ്. എനിക്ക് പെട്ടെന്ന് തണുക്കും. തണുത്ത ഉടനെ എൻ്റെ കൈയെല്ലാം വേദനിക്കും, പിന്നെ വീർത്ത് വരും, ചുമക്കും, പൊട്ടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റോയ്സിന് എൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മഞ്ഞ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കാണുന്ന മലയാണ് മൗണ്ട് തൊഗാകുഷി. ഇതിവർ പരിശുദ്ധമായി കാണുന്ന ഒരു മലയാണ്. ആ മലയെക്കുറിച്ച് ഒരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാവേ. ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ മഞ്ഞിൽ കുറച്ചു നേരം കളിക്കട്ടെ. ജപ്പാൻ പുരാണ പ്രകാരം പണ്ട് സൂര്യദേവി ഒരു ദിവസം അതിൻ്റെ സഹോദരനായ കാറ്റിൻ്റെ ദേവനോട് പിണങ്ങി. ഈ സൂര്യദേവിക്കും കാറ്റിൻ്റെ ദേവനൊക്കെ ഒരു പേരുണ്ട്. ആ പേര് കുറച്ച് ടഫായത് കാരണമാണ് ഞാൻ സൂര്യൻ്റെ ദേവൻ കാറ്റിൻ്റെ ദേവി എന്നൊക്കെ പറയുന്നത്. ഈ കാറ്റിൻ്റെ ദേവൻ എന്തോ കുറുമ്പ് കാണിച്ചിട്ടാണ് ദേവി പിണങ്ങിയത്. സൂര്യദേവി പിണങ്ങിയിട്ട് ഒരു ഗുഹയിൽ കയറി ആ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. ആ ഗുഹയുടെ വാതിലാണെങ്കിൽ ഒരു കല്ല് വെച്ച് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തതോടെ ലോകത്ത് മൊത്തം ഇരുട്ടായി, കാരണം സൂര്യൻ ഇല്ലല്ലോ. അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ. അപ്പം ബാക്കി ദേവന്മാരെല്ലാം വന്നു. അവരെല്ലാവരും കൂടി ഇതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ചു. അങ്ങനെ ആ ദേവന്മാരെല്ലാവരും കൂടി അവിടെ ഒരു ഫെസ്റ്റിവൽ വെച്ചു. അപ്പോൾ ഈ ഒച്ചോ ബഹളമൊക്കെ കേട്ടിട്ട് സൂര്യദേവി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു നോക്കി കല്ല് മാറ്റിയിട്ട്. അപ്പോൾ ശക്തിയുടെ ദേവൻ വന്നിട്ട് ആ കല്ലെടുത്ത് ഒറ്റയേറ് വെച്ചു കൊടുത്തു. ആകാശത്ത് നിന്ന് ആ കല്ല് വന്ന് വീണത് ഭൂമിയിലാണ്. അത് പിന്നീടൊരു മലയായി. അങ്ങനെയാണ് തൊഗാകുഷി മലയുണ്ടായത്. അപ്പോൾ കഥയും ഞങ്ങളുടെ യാത്രയും ഇവിടെ അവസാനിക്കുവാണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാവേ. ബൈ ബൈ.